നമ്മളെല്ലാവരും തന്നെ മുളക് പൊടി ഉപയോഗിക്കാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. ചിലർ പാക്കറ്റ് മുളക് പൊടി മേടിച്ചായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലർ ഇങ്ങനെയുള്ള മുളക് മേടിച്ച് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതും ഇവിടെ വീട്ടിൽ പൊടിപ്പിക്കാനായിട്ട് മേടിച്ച മുളകാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഇതെൻ്റെ കുറേ നാളായിട്ടുള്ളൊരു സംശയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മുളകിൻ്റെ ഈ ഒരു ഞെട്ടിലും പിന്നെ ഇതിൻ്റെ ഈ മടക്ക് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തൊക്കെയോ ഫംഗസ് പോലെയും പിന്നെ ചെളി പോലെയൊക്കെ എന്തൊക്കെ ഇങ്ങനെ കയറിയിരിപ്പുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള മുളകുകളൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിനെ ഓരോ കീടങ്ങളൊക്കെ ആക്രമിക്കാതിരിക്കാൻ പല രീതിയിലുള്ള മരുന്നുകളൊക്കെ അടിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു അംശം എന്തായാലും ഇപ്പോൾ ഈ ഒരു മുളകിൽ കാണാതിരിക്കില്ല. ഇപ്പോൾ ഈ രീതിയിലേക്ക് നോക്കുവാണെങ്കിൽ ചാക്ക് നൂലിൻ്റെ ചെറിയ നൂല് പോലെയൊക്കെയുള്ള സാധനങ്ങളും പിന്നെ എന്തൊക്കെയോ കുറേ പൊടിപടലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ചെയ്തു വരുന്നൊരു രീതിയാണ് ഇങ്ങനെയുള്ള മുളകുകളൊക്കെ മേടിച്ചത് കഴുകി ഉണങ്ങി പിന്നീടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ മുളക് മേടിക്കുന്ന മിക്കവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു മുളക് കഴിയുമ്പോൾ കിട്ടിയ വേസ്റ്റാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ, നമുക്ക് കടകളിൽ നിന്നൊക്കെ പല ബ്രാൻഡുകളുടെ മുളക് പൊടി മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികൾ ഇങ്ങനെയുള്ള മുളകുകളൊക്കെ മേടിച്ച് അവരും ഇതുപോലെ കഴുകിയിട്ടാണോ പൊടിച്ച് തരുന്നതെന്ന് ഇതെൻ്റെ ഒരുപാട് നാളായിട്ടുള്ളൊരു സംശയമാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു മുളക് ഒന്നാം വെള്ളം കഴുകിയപ്പോൾ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൽ ചെറിയ രീതിയിലുള്ള ചെളിക്കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കഴുകാതെ നേരെ ഇതുകൊണ്ട് മില്ലിക്കൊണ്ട് പൊടിക്കുകയാണെങ്കിലുള്ള അവസ്ഥ. അപ്പോൾ എന്തായാലും ഇവിടെ കഴുകിയെടുത്ത മുളകെല്ലാം ഇപ്പം വെയിലത്തിട്ട് ഉണങ്ങാനായിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് പൊടിച്ചെടുത്താണ് എൻ്റെ വീട്ടിലൂടെ മുളക് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇങ്ങനെയുള്ള മുളകുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ കഴുകുന്നതിന് മുമ്പ് ഒരു മുളക് ഓർണം എടുത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ.